ഇന്നത്തെ ഒരു ദിവസം ഞാൻ കഴിക്കാൻ പോണ എല്ലാ ഭക്ഷണങ്ങളും നല്ല എരിവുള്ളതായിരിക്കും. എങ്ങനെ ഈ ഒരു ചലഞ്ച് വൈകുന്നേരം വരെ എത്തിച്ചു നോക്കാം. അങ്ങനെ രാവിലെ തന്നെ ദോശ കഴിക്കാന്ന് വിചാരിച്ചു. ദോശന്റെ കൂടെ കഴിക്കാൻ ഈ എരിവുള്ള ചമ്മന്തി ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ആ എരിവ് എനിക്ക് പറ്റാത്തതുകൊണ്ട് ഞാൻ അതിൽ കുറച്ച് കുരുമുളക് പൊടി മുളക് പൊടി മിക്സ് ചെയ്തിട്ടാണ് ദോശ കഴിച്ചത്. കഴിച്ചപ്പോഴാണ് മനസ്സിലായത് മുളക് പൊടി ഇടണ്ടായിരുന്നു എന്ന്. പിന്നെ എങ്ങനെയോ അത് തിന്നു തീർത്തു. അത് കഴിഞ്ഞ് സമയം ഇപ്പൊ ഉച്ചയായതുകൊണ്ട് ചോറിനാണ്. ചോറിന്റെ കൂടെ ഇപ്പൊ എന്താണ് എരിവിന് കഴിക്കാന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ ദാ കിടക്കണം മുളകുകൾ. അങ്ങനെ ചോറിന്റെ കൂടെ എരിവിന് വേണ്ടി മുളകും കൂട്ടി കഴിച്ചു. പക്ഷെ ഈ ഒരു മുളകിന് ഒടുക്കത്തെ എരിവായതുകൊണ്ട് ചോറ് പകുതി പോലും കഴിക്കാൻ പറ്റിയില്ല. അതുപോലെ തന്നെ വായും മുഖം എരിഞ്ഞിട്ട് മനുഷ്യനാകെ വയ്യാണ്ടായി. അത് കഴിഞ്ഞ് സമയം 4 മണിയായപ്പോൾ പിന്നെയും വിശക്കാൻ തുടങ്ങി. പക്ഷെ എരിവുള്ളത് കഴിക്കണമെന്നായതുകൊണ്ട് ഞാൻ ഈ ഒരു നൂഡിൽസ് വാങ്ങി. ഇത് സാധാരണ നൂഡിൽസിനെക്കാളും ഒടുക്കത്തെ എരിവാണത്ര. അതുകൊണ്ട് വൈകുന്നേരം അതും കഴിച്ചു. ഇത് മൊത്തം കഴിച്ചു തീരുമ്പോൾ നല്ല എരിവുണ്ടെങ്കിലും ഞാൻ ഇന്ന് കഴിച്ചതിൽ ഏറ്റവും എരിവ് കുറവുള്ള ഭക്ഷണം ഇതായിരുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് സമയം ഇപ്പൊ രാത്രിയായി. രാത്രി ഞാൻ ഗോതമ്പ് ദോശ കഴിക്കാന്ന് വിചാരിച്ചു. ഗോതമ്പ് ദോശന്റെ കൂടെ ഞാൻ എടുത്തത് നല്ല എരിവുള്ള മുളക് ചമ്മന്തി ആയിരുന്നു. പക്ഷേ അത് അങ്ങനെ കഴിച്ചാൽ ശരിയായതുകൊണ്ട് കുറച്ച് പഞ്ചസാര ഞാനതിലിട്ടു. അങ്ങനെ അത് മൂന്നും കൂടെ ചുരുട്ടി പിടിച്ച് കഴിച്ച് രാത്രിയത്തെ ഭക്ഷണവും കഴിച്ചു കഴിഞ്ഞു. അങ്ങനെ എന്റെ ഈ ഒരു ചലഞ്ച് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അങ്ങനെ ഇതുപോലെ എന്ത് കിട്ടിയാലും കഴിക്കണം നിങ്ങളുടെ കൂട്ടുകാരന്മാർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക.